നാടിനകത്ത് മണ്ണാർക്കാട് ചില ആളുകൾ, ചില ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനമുണ്ട്. അവർ ഈ ദിവസങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം തെറ്റായ സമീപനാണ് എന്ന് ഞങ്ങളെക്കാൾ ബോധ്യമുള്ള ആളുകളായിരിക്കും മണ്ണാർക്കാട്ടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ. MP വിളിച്ചാൽ, MLA വിളിച്ചാൽ ആ നിർദ്ദേശത്തിനനുസരിച്ച് പക്ഷാപാതപരമായി പെരുമാറുക എന്ന കാഴ്ചപ്പാടോടുകൂടി ചില ആളുകൾ, മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരും പ്രശ്നക്കാരാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. മുഴുവൻ ആളുകളും തെറ്റായ ദിശയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. എന്നാൽ ചില ആളുകൾ അങ്ങേയറ്റം തെറ്റായി, ബയാസ്ഡായിട്ട് ചില സമീപനം സ്വീകരിക്കുന്നു. നിങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മണ്ണാർക്കാട് പോലീസുകാരോട് നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാവണം. നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിങ്ങൾ നിലയുറപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ അനീതിയുടെ പക്ഷത്ത് ആവർത്തിച്ച് നിലയുറപ്പിച്ചാൽ സ്വാഭാവികമായും തെങ്കരയിലെ DYFIയെ സംബന്ധിച്ച്, തെങ്കരയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അനീതി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകാൻ വേണ്ടി പോകുക ഈ നാടിന്റെ ക്രമസമാധാന അന്തരീക്ഷമാകെ പ്രയാസത്തിലേക്കാകും എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആ ഒരു ദിശയിലേക്കും കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും സമാധാനപരമായി ഈ നാടിനകത്ത് ജീവിക്കാൻ കഴിയണം. അതിനുള്ള അവസരം ഒരുക്കേണ്ടുന്ന ആളുകളാണ് ഇത് മണ്ണാർക്കാട്ടെ ഉത്തരവാദിത്വപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ. എന്നാൽ അവരിൽ ചില ആളുകൾ ബോധപൂർവം നാട്ടിലെ ക്രമസമാധാന നില തകർന്നുകൊള്ളട്ടെ, ബോധപൂർവം നാടിനകത്ത് അനാവശ്യ സംഘർഷങ്ങൾ രൂപപ്പെട്ടുകൊള്ളട്ടെ എന്നൊരു സമീപനം സ്വീകരിക്കുന്നത് അത് പൊതുവെ നമ്മുടെ നാട് മുൻകാലങ്ങളിൽ കണ്ടുവന്നിട്ടുള്ള ഒരു രീതിയല്ല. ആ രീതി തിരുത്തുന്നതിന് വേണ്ടിയും നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾക്ക് മണ്ണാർക്കാട്ടെ ഈ തെറ്റായ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നുകൂടി സാന്ദർഭികമായിട്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്.